പരിഭ്രമിച്ചിരിക്കുന്നത് പോലെ. ഒന്നുമില്ല ചേച്ചി, 11 മുന്നേ കോർപ്പറേഷൻ ഓഫീസിലെത്തണം, അതാ. മാല, അയ്യോ അയ്യോ എന്റെ മാല, അയ്യോ എന്റെ മാല കാണുന്നില്ല, അയ്യോ അയ്യോ എന്റെ മാല കാണുന്നില്ല, എന്റെ മാല, ബസ് നിർത്ത്, എന്റെ മാല കാണുന്നില്ല, എന്റെ കഴുത്തി കിടന്നിരുന്ന മാല കാണില്ല, തൊട്ട് മുന്നേ വരെ ഉണ്ടായിരുന്നതാ. അയ്യോ എന്റെ മാല, 3 പവന്റെ മാലയായിരുന്നു. ചേച്ചി, മാല കഴുത്തിലുണ്ടായിരുന്നോ? വെറുതെ നമ്മുടെ ട്രിപ്പ് മുടക്കരുത്. സത്യമായിട്ടും ഈ ബസ്സിലുള്ള ആരും എന്റെ മാല പൊട്ടിച്ചെടുത്തതാ. കഴിഞ്ഞ സ്റ്റോപ്പ് വരെ മാല എന്റെ കഴുത്തിലുണ്ടായിരുന്നതാ. അതെ, വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിട്. കള്ള വണ്ടി തന്നെ ഉണ്ടാവും. കഴിഞ്ഞ സ്റ്റോപ്പിന് ശേഷം ആരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. അത് തന്നെ, വണ്ടി പോലീസ് സ്റ്റേഷനിൽ പോട്ട്. മെനക്കേടായല്ലോ, വണ്ടി സ്റ്റേഷനിലേക്ക് വിട്. അയ്യോ വണ്ടി എടുക്കല്ലേ, എന്നെ ഇവിടെ ഒന്ന് ഇറക്കി വിടാമോ? എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്റെ ബാഗ് പരിശോധിച്ചിട്ട് മതി. അതൊന്നും നടക്കില്ല പെങ്ങളെ, ഞങ്ങൾക്ക് പരിശോധിക്കാനൊക്കെ ഒരു പരിധിയുണ്ട്. ബാഗ് മാത്രം പരിശോധിച്ചാൽ പോരല്ലോ. ഒരാളും ഇറങ്ങണ്ട, ഏതായാലും ട്രിപ്പ് തുടങ്ങി. ഇനി പോലീസ് ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ. വണ്ടി എടുക്ക്. എന്താ നിങ്ങളുടെ പേര്? നളിനി. ഈ മാല നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതെപ്പോഴാ? പാപ്പനംകോട് ജംഗ്ഷൻ വരെ കഴുത്തിൽ മാല ഉണ്ടായിരുന്നതാ, അതെനിക്ക് ഉറപ്പാ. കൈമൻ എത്താറായപ്പോഴേ സാറേ മാല കാണാനില്ലെന്ന് പറഞ്ഞ് ഇവര് ബഹളം വെച്ചത്. എത്ര പവനുണ്ടായിരുന്നു? 3 പവന. രതീഷേ, വണ്ടിയിലുള്ള എല്ലാവരും ഇതിലുണ്ടല്ലോ? ആ ഉണ്ട്. ഈ മാല മോഷ്ടിച്ചത് ആരാണെന്ന് തുറന്നങ്ങ് സമ്മതിച്ച വെറുതെ സമയം നഷ്ടപ്പെടുത്തണ്ട. മോഷണം നടത്തിയത് ആരാണെന്ന് ഞങ്ങൾ പോലീസുകാർ ബുദ്ധിമുട്ടി കണ്ടുപിടിച്ചാൽ നിങ്ങൾക്കും അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാ പറഞ്ഞത്, ആരാന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞേക്ക്, എല്ലാവരുടെയും ബുദ്ധിമുട്ട് ഒഴിവാക്കാം. അപ്പൊ പിന്നെ രക്ഷയില്ല. എല്ലാരെയും പരിശോധിക്കാം. സെലീന സർ, ഈ സ്ത്രീകൾ ഓരോരുത്തരായി ദേഹപരിശോധന നടത്തണം. എസ് ഐ ലക്ഷ്മി ഇല്ലേ അകത്ത്? ഉണ്ട് സർ. ആ, ലക്ഷ്മിയുടെ കൈ കിട്ടിയ കാര്യങ്ങൾക്കൊരു തീരുമാനമാവും. ഈ പരാതിക്കാരി ഇരുന്ന സീറ്റിന്റെ അടുത്ത് നിന്നവരെയൊക്കെ തനിക്ക് കണ്ടാൽ അറിയോ? ഏകദേശം 1 രൂപ ഉണ്ട് സാർ. അപ്പോ ആദ്യം അവരകത്തേക്ക് കൊണ്ടുവാ. ഈ ദേഹപരിശോധന എന്ന് പറഞ്ഞാ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാ. മാലയൊക്കെ വിഴുങ്ങുന്നവർ വരെ ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ, നിങ്ങളിൽ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് സമ്മതിച്ചേക്ക്. വെറുതെ നിരപരാധികളുടെ ശരീരത്തിൽ കൈവെപ്പിക്കണ്ട. ഞാൻ എടുത്തിട്ടില്ല മാഡം. ഞാൻ ടൗണില് നല്ല നിലയിൽ ഒരു ഹോട്ടൽ നടത്തുന്ന ആളാ. പിന്നെ ഞങ്ങൾ ആരെങ്കിലും എടുത്തു എന്നാണോ? എല്ലാവരെയും പരിശോധിച്ചോ മാഡം? ആദ്യം ഇവരുടെ ബാഗും പേഴ്സും ഒക്കെ പരിശോധിക്ക്. ആ മാഡം.
ഈശ്വരാ, ഇതെങ്ങനെ എന്റെ ബാഗിൽ വന്നു? അത് ഞാനാണോടി പറയേണ്ടത്? ഞാൻ എടുത്തിട്ടില്ല, എനിക്കറിയില്ല. ഛീ, കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നോടി. തൊണ്ടി മുതലാ ഇത്. സത്യം ഞാൻ പറയിക്കും നിന്നെ കൊണ്ട്. ഇല്ല മേഡം, ഞാൻ പറഞ്ഞത് കള്ളമല്ല, സത്യ. ഇവൾ എന്റെ അടുത്താ ഇരുന്നിരുന്നത്. ഒരു കള്ളലക്ഷണം എനിക്ക് തോന്നിയിരുന്നു. എന്താ ഒരു പരിഭ്രമം എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ ഏതോ ഓഫീസിലേക്ക് തിരക്ക് പിടിച്ച് പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതൊക്കെ സത്യ. എന്റെ ഹോട്ടലിലെ ആവശ്യത്തിന്. നിന്റെ ഒരു ഹോട്ടല് ഒക്കെ അടച്ചുപൂട്ടി അഴിയണ്ണി കിടക്കാൻ നിനക്ക്. അയ്യോ ഈശ്വര. അതെ, നിങ്ങൾ മോഷണം നടന്ന ബസ്സിലുണ്ടായിരുന്നവരല്ലേ? അതെ. മാല പൊട്ടിച്ചത് ആരാണെന്ന് തിരിച്ചറിഞ്ഞോ? ഓരോരുത്തരെയായി അകത്തേക്ക് വിളിച്ച് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. പ്രതി ആരാണെന്ന് തെളിഞ്ഞു. തൊണ്ടി മുതൽ സഹിതം കണ്ടെടുക്കുകയും ചെയ്തു. ആരാണ് സർ? സ്ത്രീയോ പുരുഷനോ? ഒരു യുവതിയാണ്. എവിടെയുള്ളതാണ് സർ? കൂടുതലൊന്നും ഇപ്പൊ ചോദിക്കണ്ട. പ്രതിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര കാലം ആയടി നീ ഈ തൊഴിൽ തുടങ്ങിയിട്ട്? 20 വർഷത്തോളമായി ഞങ്ങൾ ഹോട്ടൽ തുടങ്ങിയിട്ട്. ആദ്യം വീട്ടിലെ ഉച്ചയൂണായിട്ട് ചെറിയ രീതിയിൽ തുടങ്ങിയതാ. ഒരുപാട് കഷ്ടപ്പെട്ട ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. നിന്നോട് നിന്റെ ചരിത്രമല്ല ചോദിച്ചത്. നീ മോഷണം തുടങ്ങിയിട്ട് എത്ര കാലമായി അത് പറ. പട്ടിണി കിടന്നിട്ടുണ്ട് മാഡം, കിടക്കാൻ ഇടവില്ലാതെ അലഞ്ഞിട്ടുണ്ട്. പക്ഷെ മോഷ്ടിച്ചിട്ടില്ല. അന്യന്റെ ഒരു കാശും ആഗ്രഹിച്ചിട്ടില്ല. സാറേ, പ്രതി അവള് തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് സംശയം തോന്നിയിരുന്നു. അതെന്താ? മാല മോഷണം പോയെന്ന് അറിഞ്ഞ ഉടൻ തന്നെ വണ്ടിയിൽ നിന്ന് അത്യാവശ്യമായിട്ട് ഇറങ്ങണമെന്നും പറഞ്ഞ് അവളൊരു നമ്പർ ഇട്ടു. ഞാൻ തടഞ്ഞതുകൊണ്ടാ ഇറങ്ങി പോകാതിരുന്നത്. തന്റെ മൊഴി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആവശ്യമുള്ളപ്പോൾ വിളിപ്പിക്കാം. ശരി സാറേ. ഇപ്പോ ഈ ആളുകൾ ഇവിടെ നിന്ന് ഒഴിവാക്കണം. ശരി സാർ. അതെ, പരാതിക്കാരും നളിനി മാത്രം ഇവിടെ നിന്നാ മതി. ബാക്കി എല്ലാവർക്കും പോവാം. രതീഷേ, ബസ്സും അതിലുണ്ടായിരുന്ന ബാക്കി ആൾക്കാരെയും പറഞ്ഞു വിട്ടേക്ക്. ശരി സാർ. നടക്ക്. ആ, എല്ലാരും ഒന്ന് പുറത്തേക്കുന്നേ. നീ പറയുന്നതൊന്നും മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. എല്ലാ മോഷ്ടാക്കളും ഇങ്ങനെ ഓരോ കള്ളങ്ങൾ പറയുന്നത് പതിവാ. എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്തു. ഞാനല്ല മാഡം, ഞാനത് ചെയ്യില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അറസ്റ്റ് രേഖപ്പെടുത്തും. നീ നിന്റെ ഭാഗം കോടതിയിൽ പറഞ്ഞാ മതി. എന്റെ അനിയത്തിമാരുടെ ഭാവി ഇല്ലാതാവും മാഡം. അവർക്ക് വേണ്ടിയെങ്കിലും എന്നെ രക്ഷിക്കണം. സോറി, ഐ എം ഹെൽപ്ലെസ്. എടാ, ഞാൻ ഇപ്പൊ വിളിക്കാവേ. അണ്ണൻ കൃത്യസമയത്ത് തന്നെ എത്തി. നീ യാദൃച്ഛികമായിട്ടാണെങ്കിലും ഈ ദിവസം സ്റ്റേഷനിൽ വന്നത് നന്നായി രവി. ഇല്ലെങ്കിലേ ആ അമൃതയെ പൊളിച്ചെടുക്കാനുള്ള നല്ലൊരു അവസരം എന്റെ കൈവിട്ടു പോയേനെ. അത് ശരിയാ. ഇന്ന് ഞാനൊരു കലക്കിയിരിക്കും. അതിനല്ലേ ഞാൻ അണ്ണനെ വിളിച്ചു വരുത്തി. നമസ്കാരം സർ. നമസ്കാരം. താങ്കൾ ബസ്സിലെ മോഷണ വിവരം അറിഞ്ഞു അതെ വന്നതാണോ? ഞാൻ ഇപ്പോഴാണ് വിവരം അറിയുന്നത്. ഈ കേസിൽ രാഷ്ട്രീയപരമായി എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ മഞ്ചാരിക്ക്? ദുഃഖമുണ്ട്. എന്റെ നാട്ടുകാരി ഇങ്ങനൊരു മോഷ്ടാവാണെന്ന് അറിഞ്ഞതിൽ നല്ല വിഷമമുണ്ട്. ഞങ്ങൾക്ക് പ്രതിയുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുക്കണമായിരുന്നു. SI അവരെ കാണാൻ സമ്മതിക്കുന്നില്ല. അതിനെന്താ, നിങ്ങൾ എന്റെ കൂടെ വാ, ഞാൻ SIയോട് പറയാം. എല്ലാരും കൂടെ വരണ്ട, ആരെങ്കിലും 2 പേര് നിങ്ങളിവിടെ നിന്നോ. വാ, പോകാം, വാ.
എന്തുണ്ട് മഞ്ചാടി സാറേ വിശേഷം? ബസ്സിനുള്ളിൽ നടന്ന മോഷണ വിശേഷം അറിഞ്ഞു വന്നതാ. ആ പെൺകുട്ടി അകത്തുണ്ട്, ചോദ്യം ചെയ്യൽ നടക്കുക. പ്രതി കുറ്റം സമ്മതിച്ചോ? സമ്മതിച്ചിട്ടില്ല, പക്ഷെ തൊണ്ടി മുതൽ തെളിവ് സഹിതം പ്രതിയുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. വാടി ഇങ്ങോട്ട്. പിണക്കി വിടുന്നത് സുധീഷ് മഞ്ചാടിയെയാ, അത് ഓർമ്മ വേണം. അനുഭവം കൊണ്ട് നീ പഠിക്കും. വാടാ. സാർ, ഇവരൊന്ന് പ്രതിയോട് സംസാരിച്ചോട്ടെ. നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. അതൊരു പെൺകുട്ടിയല്ലേ? അങ്ങനെ പറയല്ലേ സാറേ, ഇവളെ ജഗ ജില്ലയാ. 4 പേരറിയണം മോഷ്ടിച്ചുണ്ടാക്കിയതാണ് ഇവളുടെ പഞ്ചരത്ന ഹോട്ടൽ എന്ന്. കേസ് ചാർജ് ചെയ്ത് ലോക്കപ്പിലിട് സാറേ. ദാക്ഷിണ്യൊന്നും വേണ്ട, ആദ്യം ലോക്കപ്പിൽ കിടന്നിട്ട് മതി ജയിൽവാസം. അഹങ്കാരം സുധീഷ് മഞ്ചാടിയോട് അല്ലേ? കരുതി ഇരുന്നോളാൻ പിരിവ് ചോദിച്ചു വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ. നാട്ടുകാരറിയട്ടെ ഇവളുടെ തനി നിറം. ഇപ്പോൾ കിട്ടിയൊരു വാർത്തയിലേക്ക്. കാട്ടാക്കടയിൽ നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന ബസ്സിൽ തിരക്കിനിടയിൽ യുവതിയുടെ മാല പൊട്ടിച്ചു. മോഷ്ടാവിനെ കണ്ടുപിടിക്കാത്ത സാഹചര്യത്തിൽ ബസ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും സംയോജിതമായ ഇടപെടൽ മോഷണം മുതൽ കണ്ടെടുക്കാൻ സഹായകമായി. വിശദമായ പരിശോധനയിൽ മോഷ്ടാവിന്റെ ഹാൻഡ് ബാഗിൽ നിന്ന് 2.5 പവൻ വരുന്ന മാല കണ്ടെടുത്തു. അമൃത എന്ന കണ്ടെടുത്തത് തിരുവനന്തപുരം വെള്ളയമ്പലത്ത് നല്ല ഉടമ കൂടിയാണ് കേസിൽ പ്രതിയാക്കപ്പെട്ട അമൃത. പ്രതി കുറ്റം സംഭവിച്ചിട്ടില്ല എങ്കിലും തൊണ്ടി മുതൽ കണ്ടെടുത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പ്രതിയെ നാളെ കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് ബസ്സിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പൂജപ്പുരയിൽ നിന്ന് കയറിയ പഞ്ചരത്നം ഹോട്ടലിലെ ഉടമ അമൃതയാണ് ഇത്തരത്തിൽ മാല മോഷ്ടിച്ചു എന്നൊരു ആരോപണം ഉയർന്നത്. ആദ്യഘട്ടത്തിൽ അമൃത ഈ മാല മോഷ്ടിച്ചു എന്ന ആരോപണം നിഷേധിച്ചെങ്കിലും പിന്നീട് പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ പരിശോധനയിൽ മാല ബാഗിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. അമൃതയ്ക്കെതിരെ നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രജി, കണ്ണു നിറച്ച് കണ്ടില്ലേ ചന്ദ്ര മൂത്ത മോളുടെ കയ്യിലിരിപ്പ്? തള്ളയും ചത്ത് തന്തയും തള്ളിപ്പറഞ്ഞ് ജീവിച്ചത് കട്ടും മോഷ്ടിച്ചുമൊക്കെ ആയിരുന്നു. ഏയ്, അവളങ്ങനെ മോഷ്ടിക്കൊന്നുമില്ല. ഇതെന്തോ അബദ്ധത്തിൽ സംഭവിച്ചതാ. ചുമ്മാ ഇരുന്ന് ന്യായീകരിക്കല്ലേ ചന്ദ്ര. മക്കൾ 5 എണ്ണവും കള്ളത്തരം കണ്ടുപിടിച്ചവരാ. ഇപ്പൊ കൈയോടെ പിടിച്ചു. മിനിമം ഒരു 2 വർഷമെങ്കിലും ജയിലിൽ കിടക്കും. ആ ഇപ്പൊ പിന്നെ സമാധാനിക്കാം. ജയിലില് ഗോതമ്പുണ്ടയുടെ കാലമൊക്കെ അങ്ങ് പോയി. പഞ്ചരത്നത്തിലെ അവിച്ച് വിളമ്പുന്നതിനൊക്കെ മുകളിലാ ജയിലിലെ ഭക്ഷണം. ചിക്കനും മട്ടനും ചപ്പാത്തിയൊക്കെ കൊണ്ട് കുശാലല്ലേ? നീ മക്കളെ കുറിച്ച് പറഞ്ഞ് എന്നെ പരിഹസിക്കാണോ? നിങ്ങളെ പരിഹസിച്ചിട്ട് എനിക്കെന്ത് കാര്യം? എന്റെ ഉന്നവേ അവളാ. ഒരു 10-15 ദിവസം റിമാൻഡിലെങ്കിലും ജയിലിൽ കിടക്കണോ അവള്? അപ്പോഴേ അവളുടെ അഹങ്കാരം ഒന്ന് കുറയൂ. എന്നെ എന്റെ അനിയൻ മഹേന്ദ്രനെയും പുച്ഛമല്ലേ അവൾക്ക്? പക്ഷേ ഇനി അവള് തൻപാട്ടിൽ വരും. ജയിലിൽ കിടന്നേച്ചൊക്കെ ഇറങ്ങി വന്ന
മഹേന്ദ്രന്റെ മുമ്പിൽ കഴുത്ത് നീട്ടി കൊടുത്തോളും താലി കെട്ടാൻ. നിന്റെ അനിയന്റെ മോഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ തോന്നാത്തത്? അവനെന്താ കുറവ്? ഒന്നാം തരം ആണൊരുത്തനല്ലേ അവൻ. അതുമാത്രമല്ല, അമൃത അവനൊരു ലഹരിയാ, നുരഞ്ഞു പൊന്തുന്ന ലഹരി. അവള് കട്ടാലും മോഷ്ടിച്ചാലും ഞാനങ്ങ് സഹിക്കോടാ. പക്ഷേ എനിക്ക് വേണോ അവളെ? ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്റെ ഭാര്യയായിട്ടിരിക്കണം അവള്. അവൻ കെട്ടുന്നെങ്കിൽ കെട്ടട്ടെ, എനിക്ക് പുകഞ്ഞ കൊള്ളി അവള്. എന്നാലും ഇങ്ങനെ മോഷ്ടിക്കുമെന്നൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തോന്നലാ ചന്ദ്ര, പഠിച്ച കള്ളികളാ 5 എണ്ണവും. ഇപ്പം മോഷണം, ഇനി മാനം വിൽക്കില്ലാന്ന് ആര് കണ്ടു? കുറച്ചു കാലം അഴിയെണ്ണി കിടക്കട്ടെ. അത് കഴിഞ്ഞാ പിന്നെ എന്റെ അനിയനല്ലാതെ ആര് വന്ന് കെട്ടി കൂടെ പൊറിപ്പിക്കോ അവളെ? പഞ്ചരത്നത്തിലെ പെണ്ണ് അവന് കെട്ടാനുള്ളത്. മണ്ണ് എനിക്ക് സ്വന്തമാക്കാനുള്ളത്. ആരൊക്കെ ചേർന്ന് ചതിക്കുന്നതാ ചേച്ചി നമ്മള്? ഇനി നമ്മൾ എന്ത് ചെയ്യും ചേച്ചി? പോലീസുകാർ ഉപദ്രവിക്കവല്ലേ ചേച്ചി? നമുക്ക് സ്റ്റേഷനിലേക്കൊന്ന് പോയാലോ? ആദ്യം മാമനെ ഒന്ന് വിളിച്ചു പറയാം. അല്ലാതെ നമ്മള് മാത്രം സ്റ്റേഷനിലേക്ക് ചെന്ന എങ്ങനെയാ? അല്ല, നീ ഒരു കാര്യം ചെയ്യും, ആ ഫോണിങ് എടുത്തേ. തിരുവനന്തപുരത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചരത്ന ഹോട്ടൽ ഉടമ അമൃതയാണ് മാല മോഷ്ടിച്ചതിന് പോലീസ് പിടിയിലായത്. ബസ്സിലെ തിരക്കിനിടയിൽ അമൃത മാല മോഷ്ടിച്ച് സ്വന്തം ഹാൻഡ് ബാഗിൽ ഒളിപ്പിക്കുകയും തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് 3 പവനോളം വരുന്ന മാല ബാഗിൽ നിന്ന് കണ്ടെടുക്കുകയുമായിരുന്നു. ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിക്കാതിരുന്ന സാഹചര്യത്തിലാണ് പ്രതിയുടെ ബാഗിൽ നിന്ന് മാല കണ്ടെത്തിയതും കണ്ടക്ടറുടെയും ഇടപെടലിലൂടെയാണ് ഇപ്പോൾ പ്രതിയെ കണ്ടെത്താനായിരിക്കുന്നത്. അമൃതയുടെ ബാഗിൽ നിന്നും തൊണ്ടി മുതൽ കണ്ടെടുത്ത സാഹചര്യത്തിൽ പോലീസ് കേസെടുക്കുകയായിരുന്നു. നാളെ മരുമക്കളാണല്ലോ, സഹായം ചോദിച്ച് വിളിക്കുന്നതായിരിക്കും. അവിടെ ഇരിക്കട്ടെ. ഫോൺ എടുക്കുന്നില്ല, കട്ടായി. ഒന്നുകൂടി വിളിച്ചു നോക്കിയേ ചേച്ചി. ആശങ്ങളും. ചേടാ, ഇത് വലിയ ശല്യായല്ലോ. ഹലോ ഹലോ, മാമിയാണോ? അതെ മോളെ. എന്തൊക്കെയാ ടിവിയിൽ കാണിക്കുന്നേ? മാമി അറിഞ്ഞു അല്ലേ? ഞാൻ മാത്രമല്ലല്ലോ, സകല ആളുകളും ടിവിയിൽ കാണുമല്ലേ. ഇതെന്തോ ചതിയാ മാമി. അല്ല, മാമൻ എന്തിയേ? ഒന്ന് കൊടുക്കാമോ? അയ്യോ, ഫോൺ ഇവിടെ വെച്ചിട്ട് മാമൻ പറമ്പിലേക്ക് പോയതാ. ഇനി വൈകുന്നേരമായിട്ട് നോക്കിയാ മതി. അയ്യോ, അപ്പൊ എന്ത് ചെയ്യും? അമൃതേച്ചി പോലീസ് സ്റ്റേഷനിലാ. പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അല്ല, ആരെങ്കിലും വിട്ട് മാമൻ എന്ന് വിവരം അറിയിക്കാൻ പറ്റുമോ? അയ്യോ, അതൊന്നും ശരിയാവില്ല മോളെ. പറമ്പിലെ നാളികേര ഇടിയിൽ നടക്കുക. നേരവും കാലവും ഒക്കെ നോക്കിയാ ഒരു പണിക്കാരനെ കിട്ടുന്നു. എന്തായാലും മാമൻ വരുമ്പോ ഞാൻ വിവരം പറയാം. അല്ലെങ്കിൽ തന്നെ ഇതുപോലത്തെ നാണം കെട്ട കാര്യത്തിന് സഹായിക്കാൻ ഇറങ്ങി തിരിച്ചാലേ അത് ഈ കുടുംബത്തിന് നാണക്കേടല്ലേ. അമൃതേശി അങ്ങനെ ഒരു കളവ് ചെയ്യുന്ന മാമിക്ക് തോന്നുന്നുണ്ടോ? ഓ, എങ്ങനെ പറയാൻ പറ്റും? മനുഷ്യന്റെ കാര്യമല്ലേ, ചിലപ്പോ ഇങ്ങനെയൊക്കെ തോന്നാനും മതി. ആ, എന്തായാലും
നിങ്ങളുടെ മാമൻ വരുമ്പോ ഞാൻ വിവരം പറയാം. ശരി, വെച്ചോ. ഹലോ മാമി. പിന്നെ മാമനോട് ഞാൻ പറയാൻ പോവല്ലേ, അഹങ്കാരികളോ അനുഭവിക്കട്ടെ. വിളിച്ചതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം, അല്ലെങ്കിൽ അങ്ങേര് നോക്കുമ്പോ കാണും. മാമി എന്താ പറഞ്ഞേ? മാമൻ ഫോൺ കൊണ്ടുപോകാതെ പുറത്തേക്ക് പോയിരിക്കുക. മാമി വിവരം അറിയിക്കില്ല, ആ പ്രതീക്ഷ വേണ്ട. അല്ലെങ്കിലും പണ്ടേ നമ്മളോട് അസൂയല്ലേ മാമിക്ക്. അനക്കേച്ചി ഒന്ന് വിളിക്കേച്ചി, കാര്യം അറിഞ്ഞിട്ടുണ്ടാവോ? വഴിയിൽ ഒരു ചില്ലറത്തൊട്ട് വീണ് കിടന്ന അത് എടുക്കാൻ പോലും സമ്മതിക്കില്ല എന്റെ ചേച്ചി. ആ ചേച്ചി ബസ്സിൽ കയറി മാല മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ ഇത് മനഃപൂർവ്വം ആരും ഉണ്ടാക്കിയ കള്ളക്കേസാ. കള്ളമാണെങ്കിലും പോലീസ് കേസെടുത്തില്ലേ അനക്കെ? എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനാ നമ്മൾ നോക്കേണ്ടത്. എങ്ങനെ നമ്മൾ ചെന്ന് കരഞ്ഞു പറഞ്ഞ പോലീസുകാർ കേൾക്കുവോ? ജാമ്യം എടുക്കേണ്ടി വരും. അതിനേതെങ്കിലും വക്കീലിനെ കാണുന്നതാ ബുദ്ധി. എനിക്ക് ആരെയും പരിചയമില്ല. ആ, ഒരു വഴിയുണ്ട്. ഡോക്ടർ മൈക്കിൾ തരകനെ കണ്ട് പറയാമോ? ഡോക്ടറുടെ ഭാര്യ വക്കീലല്ലേ, അയാളെ സഹായിക്കൂല. വഷള്. ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട, ആവശ്യം നമ്മുടെതല്ലേ. നീ ഒന്ന് സംസാരിച്ചു നോക്ക്. ചോദിക്കാം അല്ലേ? ചെല്ല്. അനഘയ്ക്ക് അനുവാദം ഇല്ലാതെ എപ്പോ വേണമെങ്കിലും കടന്നു വരാം. ഡോക്ടർ പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പിന്നെന്താ, കാര്യം പറയൂ. ഡോക്ടർ, എന്റെ ചേച്ചിയെ എന്തോ തെറ്റിദ്ധാരണയുടെ പുറത്ത് മോഷണ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ആ, ഞാൻ അറിഞ്ഞു. ഹെഡ് നേഴ്സ് പറഞ്ഞിരുന്നു. തെറ്റിദ്ധാരണയായിരിക്കും. ഞാനും ഇവിടെ വന്നിട്ടുള്ളപ്പോ കണ്ടിട്ടുള്ളതല്ലേ അനഘയുടെ ചേച്ചിയെ. പറയൂ, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? ജാമ്യം എടുക്കേണ്ടി വരുമെന്ന് പറയുന്നു എല്ലാവരും. സാറിന്റെ വൈഫിനോടൊന്ന് പറഞ്ഞ ഒന്ന് സഹായിക്കില്ലേ? ആ, എന്റെ ഭാര്യ മാത്രമല്ല, ബാർ കൗൺസിലിലെ ഒട്ടുമുക്കാൽ അഡ്വക്കേറ്റ്സും എനിക്ക് നേരിട്ട് പരിചയമുള്ളവരാ. ആരോ വേണം അനഘയ്ക്ക്, ഞാൻ ഏർപ്പാടാക്കി തരാം. ആരായാലും മതി ഡോക്ടർ, ഞങ്ങളെ രക്ഷിക്കണം. രക്ഷിക്കാം. അതിനുവേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം. താങ്ക് യു ഡോക്ടർ. അതുപോലെ അനഘയും എന്തു വേണമെങ്കിലും ചെയ്യണം. എനിക്ക് വേണ്ടി.